ഹലോ എവരി വൺ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും ന്യൂ ഇയർ എങ്ങനെ ഇരുന്നു? എൻ്റെ ന്യൂ ഇയർ കുഴപ്പമൊന്നുമില്ല, ഒരു പീസ്ഫുൾ ഡേ ആയിരുന്നു. പക്ഷെ ഒരു തോട്ട് ഇങ്ങനെയും മൈൻഡിൽ കിടന്നിട്ടേ ഇരുന്നു. അത് മൈൻഡിലുള്ളത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും സെയിം വീഡിയോസ്, വേറെ ഒന്നുമല്ല ആ 12 മുന്തിരിയുടെ കഥ. യെസ്, ടോൾ ഗ്രേപ്സ് മാനിഫെസ്റ്റേഷൻ. ഞാൻ ഗ്രേപ്പ് മാനിഫെസ്റ്റേഷൻ പറയുന്നതിന് മുന്നേ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഞാനതിൻ്റെ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് അതിവിടെ പറയണില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വി ബിലീവ് ഇൻ അവർ സെൽഫ്, വർക്ക് ഓൺ അവർ ഡ്രീംസ്, വൺ ഡേ ഇറ്റ് വിൽ കം ട്രൂ. നമ്മൾ തന്നെ വിശ്വസിച്ച് നമ്മുടെ ഡ്രീംസിന് വേണ്ടി പ്രയത്നിച്ചാൽ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് ആ ശക്തി നമ്മൾക്കത് നേടിത്തരും. അതൊക്കെ എവിടെ ഇരിക്കട്ടെ, നമുക്ക് മുന്തിരി കഥയിലോട്ട് വരാം. അത് ആക്ച്വലി ഇവിടെ നിന്നും തുടങ്ങിയതല്ല കേട്ടോ, അങ്ങ് സ്പെയിനിൽ തുടങ്ങിയ കഥയാണ്. അതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊന്നുമല്ല, അത് അവരുടെ ഒരു ന്യൂ ഇയർ റിച്വൽ മാത്രമാണ്. അവർ ന്യൂ ഇയർ ഡേയിൽ ബെല്ലടിക്കുമ്പോൾ 12 മണി ബെല്ലിന് 12 മുന്തിരി കഴിക്കും. ടോൾ ഗ്രേപ്സ്, ടോൾ മന്ത്സ്. അങ്ങനെ ചെയ്താൽ ആ വർഷം അവർക്ക് നല്ലതായിരിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഈ ടോൾ ഗ്രേപ്സ് എങ്ങനെ മാനിഫെസ്റ്റേഷനുമായിട്ട് കണക്റ്റഡായി? ആക്ച്വലി 12 മുന്തിരി കഴിക്കുന്നതിലല്ല, ആ ടൈമിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ ഓരോ മുന്തിരിയും ഓരോ മാസത്തിലേക്കുള്ള ഓരോ ഡ്രീമാണ്. ഒരു ബെല്ലടിക്കണം, ഒരു മുന്തിരി കഴിക്കണം, ഒരു മാസത്തെക്കുറിച്ച് ചിന്തിക്കണം, ആ മാസത്തിലേക്കുള്ള നമ്മുടെ ഡ്രീമിനെ കുറിച്ച് ചിന്തിക്കണം. അടുത്ത ബെല്ല്, അടുത്ത മുന്തിരി, അടുത്ത മാസം, അടുത്ത ഡ്രീംസ്. അങ്ങനെ 12 മാസത്തേക്കുള്ള ഓരോ ഡ്രീംസ്. നമ്മൾ ആക്ച്വലി ഇത് നമ്മുടെ ഒരു ലൈഫ് ജേർണിയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഒരു സിഗ്നലാണ്, ഒരു റിമൈൻഡർ പോലെ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് ആ ഒരു പാത്തിലോട്ട് മൂവ് ചെയ്തോട്ടേ ഇരിക്കും. പീപ്പിൾ ഇതിനെ മാനിഫെസ്റ്റേഷൻ എന്ന് വിളിക്കും. പക്ഷേ സ്റ്റോറി ഇവിടെ ഒന്നും തീരുന്നില്ല കേട്ടോ. ബിഹൈൻഡ് ദ സീൻ ദെർ ഇസ് അനദർ സ്റ്റോറി. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1900 സ്പെയിനിലെ കർഷകർ വന്നിട്ട് കണ്ടുപിടിച്ചൊരു തന്ത്രമാണിത്. അവരുടെ മുന്തിരിയുടെ വിളവ് കുറഞ്ഞ സമയത്ത് ബിസിനസ് കൂട്ടാൻ വേണ്ടി ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു വിശ്വാസം. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മുടെ ലൈഫൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കാനേല. പക്ഷെ പോസിറ്റിവിറ്റി, ഹോപ്പ്, അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഈ മുന്തിരി ടെക്നിക്ക് ഒരു പുതിയ ഹോപ്പ് തരുന്നെങ്കിൽ അതും നല്ലതല്ലേ? യെസ്, വിശ്വസിക്കുന്നവർക്ക് ഇത് മാനിഫെസ്റ്റേഷൻ, അല്ലാത്തവർക്ക് മൈൻഡ് സെറ്റ് ക്ലാരിറ്റി. ഇപ്പം ന്യൂ ഇയറിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞു. ഞാനിവിടെ എന്തിനാ പറയണേന്നല്ലേ? ആക്ച്വലി ഇതിനങ്ങനെ ഡേറ്റ് ഒന്നുമില്ല. നമ്മുടെ ഇനിഷ്യേറ്റീവിന് എവിടെ ഡേറ്റ്? നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്യുന്നത് കലണ്ടർ നോക്കിയിട്ടാ അല്ലല്ലോ, അല്ലേ? സോ നമുക്കിത് ഇന്ന് രാത്രി തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? എന്ത് നഷ്ടം വരാനാ? കൂടിപ്പോയ 12 ഗ്രേപ്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്തിരിയുടെ മാജിക് ഒന്നുമല്ല. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റിച്വലാണ്. നിങ്ങൾക്ക് എന്താ തോന്നണേ? ഇതൊരു ബിലീഫാണോ, അതോ ഒരു മൈൻഡ് സെറ്റ് ഗെയിമാണോ, അതോ ഒരു ഫൺ ട്രഡീഷനാണോ? പ്ലീസ് ലെറ്റ് മീ നോ യുവർ തോട്ട്. കമൻറ്റ് ബിലോ, ഐ വിൽ വെയിറ്റ്. എല്ലാവരുടെയും സ്വപ്നങ്ങൾ നടക്കണേ. ഒരു നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ. ബൈ.